ഇന്ത്യയിൽ തേയില പ്ലാന്റ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പാളിപ്പോയി. കാരണം അതിന്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് ഇംഗ്ലീഷുകാർക്ക് യാതൊരു പിടിയുമില്ല. അറിയാവുന്നത് ചൈനക്കാർക്ക് മാത്രം. എന്നാൽ ചൈനയിലേക്കാണെങ്കിൽ അതിർത്തി വിട്ടവർ കേട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നീടാണ് അതുണ്ടാവുന്നത്, ദ ഗ്രേറ്റ് തെഫ്റ്റ്, ചരിത്രത്തിലെ വലിയ മോഷണം. 1848 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്കോട്ട്ലൻഡ് ബോട്ടണിസ്റ്റ് ആയ റോബർട്ട് ഫോർച്യൂനെ ചൈനയിലേക്ക് അയക്കുന്നു. ചൈനയിൽ പോയ മുൻപരിചയവും തേയിലച്ചെടിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ ശ്രദ്ധയിൽപ്പെട്ടതുമാണ് റോബർട്ട് ഫോർച്യൂനെ തിരഞ്ഞെടുക്കാൻ കാരണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെല്ലും ചെലവും കൊടുത്ത് അദ്ദേഹത്തെ ചൈനയിലേക്ക് അയക്കുന്നു. ഒരു ചൈനീസ് വ്യാപാരിയായി വേഷം മാറി അദ്ദേഹം ചൈന മുഴുവൻ സന്ദർശിക്കുന്നു, പ്രത്യേകിച്ച് തേയില പ്ലാന്റേഷനുകളിൽ. 3 വർഷത്തിന് ശേഷം 13,000 തേയിലച്ചെടികളും 10,000 വിത്തുകളുമായി, അതായത് കട്ടെടുത്ത ചെടിയും കട്ടെടുത്ത വിത്തും തന്നെ, അതുമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് തേയില ഉൽപാദനവും പ്രോസസ്സിംഗും എല്ലാം കണ്ടുപിടിച്ച അനുഭവ പരിചയത്തോടെയാണ് ഫോർച്യൂൺ എത്തുന്നത്. കൂട്ടത്തിൽ 80 ചൈനീസ് ടീ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തേയിലച്ചെടി നട്ടു. ഡാർജിലിംഗിലും അസാമിലും അത് കൃഷി ചെയ്തു. ഡാർജിലിംഗിൽ ഏറെക്കുറെ വിജയകരമായിരുന്നെങ്കിലും അസാമിൽ കൃഷി പരാജയമായി. പിന്നീട് അസാമിൽ അവരുടെ തേയിലച്ചെടിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൃഷി തുടങ്ങി. പിന്നീട് എല്ലാം മാസീവ് സക്സസ് ആയി. ഹിമാചൽ പ്രദേശിലും നീൽഗിരിയിലും എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അത് പലയിടങ്ങളിലേക്കും വ്യാപിച്ചു.